ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ആത്മീയ പക്വത നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ്. കർത്താവ് ഈ തലമുറയെ താരതമ്യപ്പെടുത്തിയത് കുട്ടികളോട്, അതും കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൽ വളർച്ച പ്രാപിക്കാത്തവർ, ആത്മീയ തലത്തിൽ കുട്ടികളെ പോലെ പെരുമാറുന്നവർ. നമുക്കറിയാം, ആത്മീയ തലത്തിലെ ഏറ്റവും വലിയ ഒരു വളർച്ചയുടെ സൂചന എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങൾ അരമുറുക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി. പ്രായമാകുമ്പോൾ നിങ്ങൾ വെറുതെ കൈകെട്ടി നിൽക്കും. മറ്റൊരാൾ നിന്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് വയസ്സാകുന്ന കാര്യമല്ല, ആത്മീയ പക്വത പ്രാപിക്കുന്നതിൻ്റെ ഒരു കാര്യമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോയി. നിന്റെ ഇഷ്ടം, നിന്റെ പദ്ധതി, നിന്റെ വഴികൾ. അത് പ്രായമാകാത്തതിൻ്റെ ഒരു സൂചനയാണ്. പ്രായമായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വഴികൾ. ഞാൻ എനിക്കായിട്ട് ഒന്നും നിർബന്ധ ബുദ്ധിയോടെ ഞാൻ പോകുന്നില്ല. ദൈവം എന്ത് പറയുന്നോ അതനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും. ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, നന്മ വരാനുള്ള വഴി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാനുള്ള വഴി ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിനക്ക് ആത്മീയ പക്വത ലഭിക്കാനുള്ള വഴി ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞ്? അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. നിയമാവർത്തനം 15-ാം അധ്യായത്തിൻ്റെ ഒരു കാതലായ സന്ദേശവും അതാണ്, എൻ്റെ കൽപ്പനകൾ നീ ശ്രദ്ധാപൂർവം പാലിക്കുന്നെങ്കിൽ നിനക്ക് ഒരുപാട് ഐശ്വര്യം വരും. അപ്പം അതുകൊണ്ട് നമുക്ക് സൗകര്യമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ പോരാ. സൗകര്യമുള്ളതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും മനസ്സ് കാണിച്ചാൽ പോരാ. ശ്രദ്ധാപൂർവം ആ കാര്യം നമ്മൾ നടത്തണം, ഉത്സാഹപൂർവ്വം നമ്മളത് ചെയ്യണം. എങ്കിൽ നമ്മളുടെ സമാധാനം നദി പോലെ ഒഴുകും. വ്യക്തികളും കുടുംബങ്ങളും ഒരുപോലെ വിഷമിക്കുന്ന ഒരു മേഖലയാണ് അസമാധാനത്തിൻ്റെ മേഖല. ഒരു സമാധാനമില്ല, വീട്ടിലാണേലും ഒരു സമാധാനമില്ല എന്ന് പറയേണ്ടി വരുന്ന നിരവധി ആളുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സമാധാനം കിട്ടാൻ, ഐശ്വര്യം വരാൻ, നന്മ വരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവ് വചനത്തിൽ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ നീ ശ്രദ്ധാപൂർവം പാലിക്കണം. പ്രഭാഷകൻ 35-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്കാണ് ഈ അനുഗ്രഹ സമൃദ്ധി വരുന്നത് എന്ന് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരാത്തതിൻ്റെ ചില സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പിള്ളേരെ പോലെ കൊതിക്കുറവ് പറയുന്നത് വളരാത്തതിൻ്റെ ഒരു സൂചന. നമുക്കറിയാം, 1 തീമോത്തി 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് ആത്മീയ വളർച്ചയുടെ ഒരു സൂചനയാണ്. ഉള്ളതുകൊണ്ട് സാമ്പത്തിക മേഖലയാണേലും, കഴിവുകളുടെ കാര്യത്തിലാണേലും, ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലാണേലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയൊന്നുമില്ല, വലിയ ബിസിനസ്സോ അങ്ങനെ വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഉള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടെ അവർ വീട്ടിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ആനന്ദത്തോടെ മറ്റു വ്യക്തികളെ കരുതി ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇഷ്ടംപോലെ സമ്പത്തും സൗഭാഗ്യങ്ങളും തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഒന്നിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പറയുണ്ട്, വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ വെറുപ്പോടെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സന്തോഷത്തോടെ നിങ്ങൾ ഇത് സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മുമ്പോട്ട് പോകുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് ഈ ഒരു ബന്ധമാണ്, പരസ്പര സ്നേഹമാണ്
നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രധാനപ്പെട്ടത്. ഇനി അത് ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു സൂചന നമ്മൾ വളരാത്തതാണ് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ശ്രീലങ്കയിൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ഫൊറോന പള്ളി വെച്ച, അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും വികാരിയച്ഛനെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ്. എയർപോർട്ടിൽ നിർത്തിയ ആൾ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആരോ വികാരിയച്ഛൻ്റെ മുറിയിലിരിപ്പുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് നോക്കിയപ്പം ഭിത്തിയിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത് കാണുകയുണ്ടായി. 4 ലൈൻ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലായിരുന്നു. ഞാനത് വായിച്ചു. ഞാൻ അന്നേരം അവിടെ കുറിച്ചെടുക്കുകയും ചെയ്ത് ഒരു പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലൈനിൽ ഞാൻ വായിച്ചത് സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അവരൊന്നിച്ചിരുന്ന് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ചില കൂട്ടുകാരെ കുറിച്ചാണ്, നാട്ടുകാരെ കുറിച്ചാണ്. ഞങ്ങൾ കുഴലൂതിയപ്പോൾ അവര് നൃത്തം ചെയ്തില്ല. ശരിക്കും നമ്മൾ ഈ മനുഷ്യരെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ മനസ്സ് വളരാത്തത്. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ വെളിപ്പെടുത്തരുത്. വളരാത്ത മനസ്സിൻ്റെ ഉടമയാണ് ഞാനെന്ന് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വാ തുറന്ന ആരുടെയെങ്കിലും കാര്യങ്ങൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം. രണ്ടാമത്തെ ലൈനിൽ ഞാൻ വായിച്ചതാണ് ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു ആവറേജ് വളർച്ചയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ച് സംസാരിക്കത്തില്ല. കൃത്യമായിട്ട് സത്യം അറിയാമെങ്കിൽ നമ്മൾ സത്യം പറയും. അല്ലാതെ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ പറയത്തില്ല. അത് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണേലും ഊഹിച്ച് സംസാരിക്കുന്ന ആ ഒരു സാഹചര്യം. പ്രഭാഷകൻ 5:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അറിയാമെങ്കിൽ പറയാവൂ, അല്ലെങ്കിൽ വാ തുറക്കരുത്. അറിയാമെങ്കിൽ മാത്രമേ പറയാവൂ. സത്യം അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്നതിനേക്കാൾ ഊഹിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ ലൈനിൽ ഞാൻ വായിച്ചത് ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്. മനസ്സ് നന്നായിട്ട് വളർന്ന് നല്ല മനോഭാവത്തിൻ്റെ ഉടമകളായി മാറിയിട്ടുള്ളവർക്ക് നല്ല നല്ല ആശയങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് നമ്മൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം. മറ്റുള്ളവരെ ആത്മീയ വളർച്ച പ്രാപിച്ച വ്യക്തികളെ പഠിക്കണം. നല്ല വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം, ആത്മീയ ബന്ധം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയും അനുഗ്രഹപ്രദമാവുകയും ചെയ്യും. അവസാനത്തെ 4ാമത്തെ ലൈനിൽ ഞാൻ വായിച്ചത് only those with the greatest mind act in silence. നന്നായിട്ട് മനസ്സ് വളർന്ന, മനസ്സിന് നല്ല പക്വത, പ്രത്യേകിച്ച് ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തികളുടെ ഒരു സൂചന ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി വർത്തമാനമൊന്നും പറയുകയില്ല, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇതുപോലത്തെ ആൾക്കാരെ നമ്മളും നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടെന്ന് വരും. അവരൊരുപാട് നടന്ന് പറയത്തില്ല, അവർ ചെയ്ത കാര്യങ്ങളും അവർ പറയാനായിട്ട് നോക്കിയെന്ന് വരത്തില്ല. പക്ഷെ അവർ നിശബ്ദതയിൽ മറ്റാരും കാണുന്നില്ലെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അത് മനസ്സ് നന്നായിട്ട് വളർന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ആത്മീയ പക്വത നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾ, അതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്താണ്, അത് അറിയാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകും. ജെറമിയായുടെ പുസ്തകം 29:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതി, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇത് നമ്മൾ അറിയണം. ഇനി അത് അറിയാനൊരു പരിശ്രമം നടത്തുന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാനും പദ്ധതിയും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെയും പ്ലാനും പദ്ധതിയും എന്ന ചിന്തയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. നമുക്കറിയാലോ, പരിശുദ്ധ കന്യാമറിയത്തിന് നല്ല പ്ലാനും പദ്ധതിയൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷേ ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം വെളിപ്പെടുത്തി, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അത് അംഗീകരിച്ചത് കൊണ്ടാണ് ലോകത്തിനൊരു രക്ഷകനുണ്ടായത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അനുദിനം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, അതെനിക്കറിയണം, അത് നിറവേറ്റണം. അത് എൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് വന്നാലും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറട്ടെ എന്ന് പറയാൻ എനിക്ക് സാധിക്കണം. ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.